ജമ്മുകാശ്മീരിൽ വിവിധ സ്ഥലങ്ങളിൽ NIA റെയ്ഡ്. പാക് ഭീകര സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നടപടി. 4 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലും അസം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നീ 4 സംസ്ഥാനങ്ങളിലും ഇന്ന് പുലർച്ചെ മുതൽ NIA സംഘം പരിശോധന നടത്തുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 19 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പാക് ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് ഭാരതത്തിൽ നടത്തിയിട്ടുള്ള യുവാക്കളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടും അനധികൃത സാമ്പത്തിക സമാഹരണം, ഭീകരവാദ കേസുകൾക്ക് അനധികൃത സാമ്പത്തിക സമാഹരണം, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഗൂഢാലോചന തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ സ്ഥാപനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുമാണ് പരിശോധന നടത്തുന്നത്. പാക് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലെ വിവിധ കേന്ദ്രങ്ങൾ, ഭാരതത്തിലെ വിഘടനവാദ സംഘടനകൾ ചേർന്നുകൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ വർഷം ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടാണ്, ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസിന്മേലാണ് ഇത്തരത്തിലൊരു നടപടി. 19 ഇടങ്ങളിൽ ഇന്ന് പുലർച്ചെ മുതൽ NIAയുടെ വിവിധ സംഘങ്ങൾ പരിശോധന നടത്തുകയാണ്. വലിയ രീതിയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഭാരതത്തിൽ ഭീകരവാദത്തിലേക്ക് യുവാക്കളുടെ റിക്രൂട്ട്മെന്റിന് ശ്രമം നടന്നു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ അനധികൃത സാമ്പത്തിക സമാഹരണവും നടന്നിട്ടുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പരിശോധന തുടരുന്നത്. പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ അനന്ത്നാഗ്, റിയാസി, ബഡ്ഗാം മേഖലകളിലാണ് പരിശോധന നടക്കുന്നത്. കൂടാതെ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അസം, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധയിടങ്ങളിലും NIA പരിശോധന തുടരുകയാണ്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.